എല്ലാവർക്കും നമ്മുടെ വൈഗാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ ടിഷ്യൂ പേപ്പർ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ വൈറ്റ് പെയിൻ്റാണ് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഫെവിക്രിലിൻ്റെ അക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കൊടുത്തിട്ട് വരാം. കുപ്പിക്ക് ഇതാ വൈറ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവട്ടെ. അപ്പോൾ ഞാനിത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള പണി നോക്കാം. ഇതാ വെറുതെ ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ട്രേസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടിലേക്ക് ഇതൊന്ന് ട്രേസ് ചെയ്യാനായിട്ട് ഞാനിവിടെ കാർബൺ പേപ്പർ എടുത്തിട്ടുണ്ട്. അതായത് ബ്ലാക്കാണ്. ഇനി നമുക്ക് കാർബൺ പേപ്പർ നേരെ ഇതുപോലെ ഒന്ന് ബോട്ടിലിന് മേലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം പേപ്പർ അതിന് കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്നും കൂടി നമുക്ക് പെൻസിൽ വെച്ചിട്ട് അതിന് മുകളിലൂടെ ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കട്ടിയിൽ നമുക്ക് വരച്ചു കൊടുക്കാം. ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ടും വരച്ചെടുക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെയിൻറ് കൊണ്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്ര മാത്രം നമുക്കൊന്ന് നോക്കാം, വന്നിട്ടുണ്ടോ നോക്കാം. ഓക്കെ, ഇത് നമ്മൾ ബോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ലവണ്ണം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ് കൊണ്ടും ബാക്കി ചെയ്യാനുണ്ട്. അതും കൂടി ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് പെയിൻറ് എടുത്തിട്ടുണ്ട്. ഫെവിക്രിലിൻ്റെ ആക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വില 20 അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഇതിൽ ഒന്ന് അടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു റൗണ്ട് ബ്രഷ് എടുത്തിട്ടുണ്ട്. പോയിൻറ്റ് ബ്രഷ് എടുത്താലും മതി. അപ്പോൾ ഞാൻ അതിന് ബോർഡർ ഇടാനായിട്ട് പോയിൻറ്റ് ബ്രഷാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ പോയിൻറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബോർഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ വരച്ചു കൊടുക്കുവാണ്. ബോർഡർ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ടും വരച്ചെടുക്കാം. ഇങ്ങനെ വരക്കാൻ അറിയാത്തവരാണെങ്കിൽ പ്രിൻ്റ് എടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം മുറിച്ചൊട്ടിച്ചാലും മതി. ഇതുപോലെ തന്നെ ട്രേസ് ചെയ്യണമെന്നൊന്നുമില്ല. മുകൾ ഭാഗം അങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കളർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ബ്ലാക്ക് തന്നെയാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഒന്ന് ബ്ലാക്ക് കൊടുക്കാം. നമുക്ക് താഴെ കൊടുക്കാതെ അതിൽ തന്നെ മുകളിൽ മാത്രം ഒന്ന് കൊടുക്കുകയാണ്. മെല്ലെ ഇതുപോലെ ഒന്ന് കൊടുക്കാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ കളറ് തന്നെ ചെയ്യാം കേട്ടോ. അതായത് ഇതുപോലെ ബ്ലാക്ക് അല്ലാതെ ഇങ്ങനെ നമ്മൾ ഒറിജിനലായിട്ട് കളർ ഉണ്ടാവില്ലേ, ഇവിടെ വേണമെങ്കിൽ സാൻഡൽ അങ്ങനെ കളർ കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് ആണ് ചെയ്യുന്നത്. ഞാനിതാ പകുതി മുക്കാലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹാഫ് കൈ മാത്രമേ ചെയ്യാനുള്ളൂ. അതും കൂടി ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളെ പണി ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മുകൾ ഭാഗം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് താഴത്തെ ഭാഗം ചെയ്തെടുക്കുക. അതിന് ഒന്നുകൂടി നമ്മൾ ആ ഒരു ഫോട്ടോ നോക്കിയിട്ടാണ് ഇനി ചെയ്യേണ്ടത്. നമ്മൾ ഇത് ഫുള്ളായിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ബാക്കി എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇതാ കണ്ടില്ലേ, നമ്മളെ ബോട്ടിൽ ആർട്ട് കുറേ ഭാഗം ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്ക് മുകളിൽ ഇത് പഴയ കുപ്പിയാട്ടോ, അത്രക്കും പഴയ കുപ്പിയാണ്. അതുകൊണ്ട് തന്നെ മുകളിൽ അടപ്പൊന്നുമില്ല, മൂടിയൊന്നും ഇല്ല. കുറേ തപ്പി നോക്കി, എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വൂളനൂല് ചുറ്റി കൊടുക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് ബ്ലാക്ക് ഉണ്ടായിരുന്നില്ല. ബ്ലാക്ക് കുത്തിയാലാണല്ലോ അതിൻ്റെ ഒരു രസം. അപ്പോൾ ബ്ലാക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വേറൊരു വിളനൂല് എടുത്തിട്ട് അതിൽ ബ്ലാക്ക് കളർ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അതുപോലെ തന്നെ ചെയ്യാനാണ്. ഞാനിവിടെ വയലറ്റ് വിളൻ ത്രെഡ് എടുത്തിട്ട് ചുറ്റിയതിന് ശേഷം ബ്ലാക്ക് കൊടുക്കാനാണ് പരിപാടി. അപ്പം നമുക്കതൊന്ന് ചുറ്റിയെടുക്കാം. പിന്നെ നമ്മൾ കുപ്പിക്ക് ചുറ്റുകയാണ്. ഇങ്ങനെ മൂടിയൊക്കെ ഉള്ളവർ ചുറ്റണമെന്നൊന്നുമില്ല. ആ ഒരു മൂടിക്ക് കളർ കൊടുത്താലും മതി. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ചുറ്റിക്കഴിഞ്ഞു. ഇനി ബാക്കി ഭാഗം വൈറ്റ് കൊടുത്തിട്ട് ഇവിടെ ഒരു ബ്ലാക്കും ബാക്കി ഭാഗം വൈറ്റും ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ബ്ലാക്ക് കൊടുത്താലോ? അതിന് വേണ്ടിയിട്ടും ഞാൻ എടുക്കുന്നത് ഫെവിക്രിലിൻ്റെ ആക്രിലിക് കളർ തന്നെയാണ്. അപ്പോൾ ഇതാ നമുക്ക് കൊടുക്കാം. അപ്പം ഇത് ഫുള്ള് അടിച്ചിട്ട് കാണാം. അപ്പം ഇതാ നമ്മൾ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ആണ് കൊടുക്കേണ്ടത് മുകൾ ഭാഗത്തായിട്ട്. അപ്പം ഞാൻ വൈറ്റ് എടുക്കുകയാണ്. അപ്പോൾ വൈറ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫാബ്രിക് കാമൽ ആക്രിലിക് കളറാണ്, കാമലിൻ്റെ ആക്രിലിക് കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അവിടെ ഒന്ന് നമുക്ക് കളറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നമ്മൾ ബോട്ടിലിൻ്റെ ഇവിടെയൊക്കെ ഞാൻ കളർ കൊടുത്തായിരുന്നു. ഈ ഒരു പോർഷനിൽ ഗ്രേ കളറ്, ഈ ഒരു പോർഷനിലും ഗ്രേ കളറ്, ഇവിടെ ഒരു ബ്ലാക്കും കൊടുത്തായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ബോട്ടിലിൻ്റെ ഫൈനലി ലുക്ക്.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ ഫ്രണ്ട്സ്.